വെരി ഗുഡ് മോർണിംഗ് 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11 ബുധനാഴ്ചയാണ്. ഇടവം 28. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ആദ്യം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, പാംബ്ല ഡാമുകൾ തുറന്നു. പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്നും ചേരും. ആദ്യം രാഹുൽ വിജയനിലേക്ക്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ ഡാം തുറന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ പറയൂ. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? കൃഷ്ണ, ഇന്നലെ രാത്രിയിൽ മുതൽ അതിശക്തമായ മഴയാണ് ഇപ്പോഴും ഇടുക്കി ജില്ലയിൽ തുടരുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഡാമുകൾ ഒക്കെ ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ചെറു ഡാമുകളായ കല്ലാർകുട്ടി, പാമ്പള എന്നിവയുടെ ഷട്ടറുകളാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ 30 സെന്റിമീറ്ററും പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ 50 സെന്റിമീറ്ററും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ആശങ്കപ്പെടേണ്ട അളവിലേക്ക് നിലവിൽ ഈ ആറുകളിലൊന്നും ജലനിരപ്പ് ഉയരില്ല. നിയന്ത്രിത അളവിൽ മാത്രമാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. മഴ കനക്കുകയാണെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ ഇരു ഡാമുകളുടെയും തുറക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്കും ശക്തമായി തന്നെ തുടരുകയാണ്. മറ്റു വലിയ ഡാമുകളിലൊന്നും ആശങ്കയുടെ സാഹചര്യമില്ല. മറ്റനിഷ്ട സംഭവങ്ങളും ഇടുക്കി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മഴ തുടരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. രാഹുൽ, ഈ മഴ ഇനിയുള്ള ഒരാഴ്ച ശക്തമായ രീതിയിൽ തുടരാനാണ് സാധ്യത. മലയോര മേഖലയിൽ അടക്കം നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം ഏത് തരത്തിലാണ്? ജില്ലയിലെ അലേർട്ട്, ജില്ല പാലിക്കേണ്ട ജാഗ്രത, പൊതുവായ വിവരങ്ങൾ രാഹുൽ. നിലവിൽ യെല്ലോ അലർട്ടാണ് ഇടുക്കി ജില്ലയിലുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം പോയിട്ടില്ല. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അത് നിയന്ത്രണം കൊണ്ടുവരും, അല്ലെങ്കിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അത് സാഹസിക വിനോദങ്ങൾ അനുവദിക്കില്ല, ജലവിനോദങ്ങൾ അനുവദിക്കില്ല. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. മാത്രമല്ല, മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചാൽ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. നിലവിൽ അത്തരം നിയന്ത്രണങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷെ കർശന ജാഗ്രത വേണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആവശ്യമുള്ള ഘട്ടമാണ് എങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ വീണ്ടും തുറക്കും. ആളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാം. മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ തുടങ്ങുമ്പോൾ തന്നെ ആശങ്കയുള്ള പ്രദേശമുണ്ട്. അവിടെയുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉടൻ തന്നെ ക്രമീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടില്ല. മഴ ശക്തമാവുകയാണെങ്കിൽ ഈ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ക്രമീകരണങ്ങളും പൂർണ്ണതോതിൽ ജില്ലാ ഭരണകൂടം നടപ്പാക്കുമെന്നും അറിയിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് കൂടെ ചേരുകയാണ്. സലീം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പൊതുവായി സംസ്ഥാനത്ത് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ഏതൊക്കെ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് ഉള്ളത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. നേരത്തെ തന്നെ ഇന്നലെ മുതൽ തന്നെ വീണ്ടും മഴ ശക്തമാകുമെന്ന് വളരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതിൻ പ്രകാരം തന്നെ ഇന്നലെ ചില ജില്ലകളിൽ ചെറിയ തോതിൽ മഴ ലഭിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും മഴ കടുക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിലും ശക്തമായ മഴ ഇന്നലെ പെയ്യുന്നുണ്ട്. മലയോര മേഖലകളിലൊക്കെ അതിശക്തമായ മഴയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മുന്നറിയിപ്പില്ലെങ്കിൽ പോലും, യെല്ലോ മുന്നറിയിപ്പില്ലെങ്കിൽ പോലും ശക്തമായ മഴ ഇന്നലെ രാത്രി തന്നെ പെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ കനത്ത മഴ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 9 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിനുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയും ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ സംസ്ഥാനം കടക്കുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാനം നൽകുന്ന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ജാഗ്രത പാലിക്കുകയും വേണം. പ്രത്യേകിച്ചും രാത്രിയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഈ മലയോര മേഖലകളിൽ രാത്രിയാത്ര ഉൾപ്പെടെ നടത്തുന്നതിൽ ഒരു ശ്രദ്ധ വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ മുൻപ് ഈ കാലവർഷം തുടങ്ങിയ സമയത്ത് ഈ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെയധികമായിരുന്നു ഈ മഴയുടെ ലഭ്യതയുടെ അളവ്. പക്ഷേ ആ അളവിന് അത്ര തന്നെ തോതിൽ ഇത്തവണത്തെ രണ്ടാം ഘട്ടത്തിലുള്ള മഴ ഉണ്ടാവില്ല. പക്ഷേ ശക്തമായ മഴയുണ്ടാകും എന്ന് അറിയുകയും ചെയ്യുന്നു. 2 ദിവസം കൂടി ഈ മഴ നീണ്ടു നിൽക്കുമെന്നുമുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. നിലവിൽ ഇന്ന് യെല്ലോ അലർട്ടുള്ള ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ്.
ഘട്ടത്തിലാണ്. ഇതിനിടയിലാണ് ഈ കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ഡാമുകൾ തുറക്കുന്ന പശ്ചാത്തലങ്ങൾ കൂടി ഉള്ളത്. ഈ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ആ തീരുമാനം. ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവരും മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കുമാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ തെക്കൻ ജില്ലകളിലേക്ക്, അതായത് തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിലേക്ക് മഴ മുന്നറിയിപ്പ്, യെല്ലോ മുന്നറിയിപ്പ് പോലും നൽകിയിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ശക്തമായ മഴയായിരുന്നു. അല്പസമയം മുൻപ് വരെയും തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലുമൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പ് വീണ്ടും പുതുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് വരുന്ന അലർട്ടോടുകൂടി മുന്നറിയിപ്പ് പുതുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. എന്തായാലും വീണ്ടും സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. ക്രിസ്റ്റീന. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ യാത്ര വീണ്ടും മാറ്റി. വിക്ഷേപണം നാളെ നടക്കാനാണ് സാധ്യത. റോക്കറ്റിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് സൂചന. വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കര അല്പസമയത്തിനകം ന്യൂജേഴ്സിയിൽ നിന്ന് ചേരും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ആക്സിയം 4ന്റെ ആ ഒരു യാത്ര മാറ്റിവെച്ചിരുന്നു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഫാൽക്കൺ 8 റോക്കറ്റിലാണ് ഇവർ ബഹിരാകാശത്തേക്ക് പോകുന്നത്. ആദ്യമായി ബഹിരാകാശ നിലയം സന്ദർശിക്കാൻ പോകുന്ന ഇന്ത്യക്കാരെന്ന സവിശേഷതയും അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹത്തിന്റെ ബഹിരാകാശ യാത്ര കഴിഞ്ഞ ദിവസം നടക്കാനിരിക്കെയാണ് അവസാന നിമിഷം അത് മാറ്റിയത്. മോശം കാലാവസ്ഥ കാരണമാണ് അത് ആദ്യത്തെ ദൗത്യം മാറ്റിവെച്ചത്. കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് ആ യാത്ര നടക്കുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഇപ്പോൾ റോക്കറ്റിന് ചില സാങ്കേതിക തകരാറുകളുണ്ട്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ റോക്കറ്റുകൾ തുടർച്ചയായി പരാജയപ്പെടുന്നുവെന്ന വാർത്തകളൊക്കെ വരുമ്പോഴാണ് ഈ ആക്സിയം 4 ദൗത്യവും വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നുവെന്ന വാർത്ത ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര അറിയിക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു ദൗത്യം നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ അവിടെയും ഈ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അവിടെയാണിപ്പോൾ ഇന്നത്തെ ദൗത്യവും സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റുന്നത്. ബഹിരാകാശ സഞ്ചാരത്തിൽ ഒരു വലിയ ചരിത്രം കുറിക്കാൻ, പുതിയൊരു അധ്യായം കുറിക്കാൻ ഒരുങ്ങുന്ന മിഷനാണ് ആക്സിയം 4 മിഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രികനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനൊപ്പം വിവിധ രാജ്യങ്ങളുടെ പോളണ്ടും ഹംഗറിയും 40 വർഷത്തിന് ശേഷം മനുഷ്യ ബഹിരാകാശ യാത്രയിലേക്ക് തിരികെ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നുണ്ട് ശുഭാംശു ശുക്ല. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ വീണ്ടും ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അതിനിടയിലാണ് ഈ ദൗത്യം വീണ്ടും മാറ്റി എന്ന വിവരം പുറത്തുവരുന്നത്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഇന്നലെയായിരുന്നു നേരത്തെ ദൗത്യം നിശ്ചയിച്ചത്, അത് പിന്നീട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ദൗത്യവും മാറ്റുന്നു. സാങ്കേതിക പ്രശ്നമാണോ ഇത്? ഇനി ദൗത്യം എന്നായിരിക്കും എന്നത് സംബന്ധിച്ച് അറിയിപ്പ് വരുന്നുണ്ടോ മധു? ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. ഇന്ന് ഈ ഫ്ലോറിഡയിൽ ഈ കെന്നഡി സ്പേസ് സെന്ററിന്റെ ഭാഗത്തൊക്കെ ഉച്ചവരെ നല്ല കനത്ത മഴയായിരുന്നു. ഇപ്പം കാലാവസ്ഥ അല്പം തെളിഞ്ഞെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലും മഴയും അതുപോലുള്ള കാലാവസ്ഥ അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ് കണ്ടുവരുന്നതെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിൽ നിന്ന് വരുന്നത്. ഒരുപക്ഷെ അതും ഒരു പ്രധാന കാരണമായിരിക്കാം ഈ യാത്ര മാറ്റിവെച്ചത്. റോക്കറ്റിന്റെ ചില സാങ്കേതിക തകരാറിനെ പറ്റി സ്ഥിരീകരിക്കാത്ത വാർത്തകളും വരുന്നുണ്ട്. 4 ക്രൂ അംഗങ്ങളായിരുന്നു ഇന്ന് പുറപ്പെടാനായിട്ട് തയ്യാറെടുത്തിരുന്നത്. ഇന്നലെയായിരുന്നു, അതാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്ന് വൈകുന്നേരം ഏതാണ്ട് ഇന്ത്യൻ സമയം 5:30 ഈ ദൗത്യം എല്ലാം പൂർത്തീകരിച്ച് പോകാനായിട്ട് വെച്ചിരുന്നത്. പക്ഷേ ശക്തമായ കാറ്റ് വീശിയത് കാരണമാണ് ഇന്നത്തേക്ക് വീണ്ടും മാറ്റിയത്. ആക്സിയം 4 എന്നറിയപ്പെടുന്ന ഈ ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ്. ഇതിൽ നാസയിൽ നിന്ന് വിരമിച്ച ബഹിരാകാശ യാത്രിക പെഗി വിൽസൺ ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന രീതിയിൽ ISROയുടെ ശുഭാംശു ശുക്ലയാണ് ഇതിന്റെ പൈലറ്റായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. അത് ഏതാണ്ട് 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തേക്കുള്ള ഈ ദൗത്യത്തിന്റെ ഭാഗമായി വരുന്നത്. ശ്രീജിത്ത്, കൃഷ്ണ. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മധു, ഈ വാർത്ത വരുന്നത് ഈ സ്പേസ് എക്സിന്റെ ദൗത്യങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നു എന്ന ആ ഒരു വാർത്തകൾക്കിടയിലാണല്ലോ ഇപ്പോൾ ഈ വിക്ഷേപണം വീണ്ടും തടസ്സപ്പെടുന്നത്, അല്ലേ?
തീർച്ചയായിട്ടും കൃഷ്ണ, സ്പേസ് എക്സിന് തുടർച്ചയായിട്ട് തിരിച്ചടിയാണ്. തന്നെയുമല്ല, ഇപ്പൊ എലോൺ മസ്കിനെ സംബന്ധിച്ച് ടെസ്ലയുടെ കാര്യത്തിലായാലും സ്പേസ് എക്സിന്റെ കാര്യത്തിലായാലും തന്നെയല്ല, ഡൊണാൾഡ് ട്രംപുമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വാർത്തകൾ കണ്ടതാണ്. ഈ സ്പേസ് എക്സിന്റെ ബഹിരാകാശ ദൗത്യം ഡീകമ്മീഷൻ ചെയ്യുമെന്നൊക്കെയുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ മാറുകയും ചെയ്തിരുന്നു. പക്ഷേ സ്പേസ് എക്സിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായ വാർത്തകളല്ല നമുക്ക് ഈ രാവിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കൃഷ്ണ, മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ വീണ്ടും ബഹിരാകാശത്തേക്ക് പോകാനൊരുങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭാംശു ശുക്ലയുടെ സാന്നിധ്യം അത് വളരെ അഭിമാനകരമാണ്. പക്ഷേ ഇപ്പോൾ ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 വിക്ഷേപണം തീരുമാനിച്ചിരുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്, സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇനി എപ്പോൾ ആ ദൗത്യം പുനരാരംഭിക്കും എന്നത് സംബന്ധിച്ച് ഉള്ള അവ്യക്തത ഇപ്പോൾ നിലനിൽക്കുകയാണ്. അല്പസമയത്തിനകം അതിലൊരു വ്യക്തത വരും എന്നാണ് കരുതുന്നത്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കപ്പലിലെ വലിയ തീനാളങ്ങൾ കുറഞ്ഞെങ്കിലും കനത്ത പുക തുടരുകയാണ്. കപ്പലിലുള്ള ഭൂരിഭാഗം കണ്ടെയ്നറുകളിലേക്കും തീ പടർന്നിട്ടുണ്ട്. കപ്പൽ ചെരിഞ്ഞതിനാൽ ദൗത്യം കൂടുതൽ ദുഷ്കരമായി മാറിയിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഇപ്പോഴും കപ്പലിനകത്ത് തീ ആളിക്കത്തുന്ന നിലയുണ്ട്. കണ്ടെയ്നറുകൾ വലിയ രീതിയിൽ കത്തി നശിക്കുന്നു. അതിനിടയിൽ ഏറ്റവും പ്രധാനം ഈ കപ്പൽ ചെരിഞ്ഞ നിലയിലാണ്. അത് ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതലായി ചെരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ദൗത്യം എത്രത്തോളം ദുഷ്കരമാണ്? ഈ ഘട്ടത്തിലെ വെല്ലുവിളികൾ എങ്ങനെ, മിഥില? ക്രിസ്റ്റിന, ആശ്വാസവും അതേ സമയം തന്നെ ആശങ്കയും നൽകുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ആശ്വാസം എന്നത് ഇന്നലത്തെ അത്ര തീ ആളിക്കത്തുന്നില്ലെങ്കിലും കറുത്ത പുക ഉയരുന്നുണ്ട്. നിലവിലിപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ 6 വെസൽസ് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധി എന്നത് ഈ കപ്പൽ ചരിയുന്നു എന്നതാണ്. 15 ഡിഗ്രിയോളം ഇപ്പോൾ നിലവിൽ ചരിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും കടലിൽ താഴാതിരിക്കാനുള്ള ശ്രമമാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നറുകളിൽ മിക്കതും കത്തി നശിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ പരിക്കേറ്റ ആളുകളാണ്. പരിക്കേറ്റ ആളുകളുടെ ചികിത്സ തുടരുകയാണ്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. 4 പേരെ കാണാതായ 4 പേർക്കായുള്ള തിരച്ചിലും മറുഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ തീരമേഖലകളിലാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തെങ്കിലും വസ്തുക്കൾ കടൽ തീരത്ത് അടിയുകയാണെങ്കിൽ അത് തുടരുത് എന്ന ഒരു നിർദ്ദേശമാണ് കോസ്റ്റ് ഗാർഡിന് ഓരോ ജില്ലാ ഭരണകൂടങ്ങളും നൽകിയിട്ടുള്ളത്. എന്തുതന്നെയായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അത്ര തീ ആളിക്കത്തുന്നില്ലെങ്കിലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. കോസ്റ്റ് ഗാർഡിന്റെ 6 വെസൽസ് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള പരിശ്രമം തുടരുകയാണ്. ക്രിസ്റ്റീന, മിഥില, ഈ കപ്പലിലെ രാസവസ്തുക്കൾ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഈ പറയുന്നത് പോലെ ശ്വാസകോശ പ്രശ്നങ്ങൾ, പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുമെന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ദൗത്യം ദുഷ്കരമാകാൻ കപ്പലിലെ ചുട്ടുപൊള്ളുന്ന ചൂടും വലിയ പ്രശ്നമായിരുന്നല്ലോ. അതിലെ ലോഹഭാഗങ്ങളൊക്കെ ഉരുകി വീഴുന്നതുമൊക്കെ. ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ മാറ്റം വന്നിട്ടില്ലേ? ഈ രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? നിലവിലിപ്പോൾ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ച ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വിഷാംശങ്ങൾ ഉള്ള രാസവസ്തുക്കളായതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കേരള തീരത്ത് അടിയാനുള്ള ഒരു സാഹചര്യമാണ് കൂടുതലുള്ളത് എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്ത്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിനിപ്പുറത്തേക്ക് കേരള തീരത്ത് അടിയാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിൽ ട്രോളിംഗ് ആണ്. എന്നിരുന്നാൽ പോലും ചെറുവഞ്ചിയിൽ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നുണ്ട്. ഈ തീരത്ത് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും അസാധാരണമായ എന്തെങ്കിലും തീരത്ത് അടിയുകയാണെങ്കിൽ അതൊന്നും തന്നെ കൈകൊണ്ട് തുടരുത് എന്ന ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡിന്, കോസ്റ്റൽ പോലീസിനും കോസ്റ്റ് ഗാർഡിനും ഒപ്പം തന്നെ തീരസംരക്ഷണ സേന അങ്ങനെയുള്ള തീരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. മിഥില ബാലൻ കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ ഇന്നലത്തേതിനേക്കാൾ താരതമ്യേന കുറവാണ്. പക്ഷേ കനത്ത രീതിയിലുള്ള പുക ഉയരുന്നുണ്ട്. കപ്പൽ ചെരിഞ്ഞ നിലയിലാണ്. രക്ഷാദൗത്യം ഇപ്പോഴും ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പോരാട്ട ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം അവശേഷിക്കെ മണ്ഡലത്തിൽ കാടടച്ച പ്രചാരണത്തിൽ മുന്നണികൾ. LDF-ന്റെയും UDF-ന്റെയും 2ാം ഘട്ട പഞ്ചായത്ത് പര്യടനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും.
ഓരോ ദിനവും പുതിയ വിവാദങ്ങൾ ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റവും പുതിയ രാഷ്ട്രീയ ആയുധം ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയും PDPയുടെ LDF പിന്തുണയുമാണ്. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുഹൈൽ, എന്തായാലും പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്നു. ഒപ്പം തന്നെ ഓരോ മുന്നണികൾക്കും അവരുടേതായ ശക്തിയും ദൗർബല്യവും ഒക്കെയുണ്ട്. പലതരം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വിവരങ്ങൾ പറയൂ. കൃഷ്ണ TK രജിത്ത്, തെരഞ്ഞെടുപ്പിന് എത്തിപ്പോയി എന്ന് പറയുന്ന മട്ടിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുന്നണികൾക്ക് മുമ്പിൽ പ്രചാരണത്തിനുള്ളൂ. ഇന്നേക്ക് 8 ദിവസം 9-ാം നാൾ ഈ നിലമ്പൂരിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ പരിമിതമായ ഈ 8 ദിനം കൊണ്ട് പരമാവധി വോട്ടർമാരെ കണ്ട് പരമാവധി ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് പരമാവധി എഡ്ജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ എല്ലാ മുന്നണികളും ഉള്ളത്. LDFും UDFും NDയും തൃണമൂൽ പിന്തുണയുള്ള സ്വന്തനായ PV അൻവറും ഒക്കെ മത്സരിച്ച് തന്നെയാണ് പ്രചാരണ ആവേശത്തിലുള്ളത്. ഒരു പിടി പോലും ആരും പിന്നോട്ട് പോകുന്നില്ല. നിലവിൽ LDFന്റെ പ്രചാരണത്തിനായി ഇന്നും മന്ത്രിമാർ കളത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്ന് പോത്തുകൽ, അതായത് സ്വരാജിന്റെ ജന്മനാടായ പോത്തുകൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് LDFന്റെ പ്രചാരണമുള്ളത്. LDFന്റെയും UDFന്റെയും 2ാം ഘട്ട പഞ്ചായത്ത് പര്യടനങ്ങൾക്കാണ് തുടക്കമാകുന്നത്. ഇന്നലത്തോടെ 1ാം ഘട്ട പര്യടനങ്ങൾ, അതായത് 7 പഞ്ചായത്തുകളും 1 മുനിസിപ്പാലിറ്റികളുമാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. അതിൽ 1ാം ഘട്ട പര്യടനം ഇരു മുന്നണികളും പൂർത്തിയാക്കി. 2ാമത്തെ വോട്ടുറപ്പിക്കൽ, നമ്മൾ പരീക്ഷയെ സംബന്ധിച്ചൊക്കെ പറയുന്ന പോലെ റിവിഷൻ, അതുപോലെയാണ് 2ാം ഘട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് ഇന്ന് പ്രധാനമായും വഴിക്കടവ്, എടക്കര പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്, വോട്ട് തേടുന്നത്. പൊതുയോഗങ്ങളും കുടുംബയോഗങ്ങളുമായൊക്കെ കളത്തിൽ സജീവമാവുകയാണ് LDF, UDF, NDA മുന്നണികൾ. UDFന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്നും സമാനമായ രീതിയിൽ ഇന്നലത്തെ പോലെ തന്നെ രംഗത്തുണ്ട്. NDയും സമാനമായ രീതിയിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള പര്യടനത്തിനാണ് തുടക്കമിട്ടത്. ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ 8 ദിനങ്ങൾ മാത്രമാണുള്ളത്. 8 ദിനങ്ങൾ പരമാവധി വോട്ടർമാരെ കാണുക, അതിനപ്പുറത്തേക്ക് സ്റ്റാർ ക്യാമ്പയിൻസിനെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ 13-ാം തീയതി മുതൽ LDFനായി മുഖ്യമന്ത്രി പിണറായി വിജയനും 13-ാം തീയതി തന്നെ പ്രിയങ്ക ഗാന്ധി MP അടക്കം ഇവിടെ മണ്ഡലത്തിലുണ്ടാകും. ഒപ്പം PV അൻവർ, യൂസുഫ് പത്താന് 15-ാം തീയതി എത്തിക്കും. അങ്ങനെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ്, വാഹന പ്രചാരണ ജാഥകൾ, പൊതുയോഗങ്ങൾ, റാലികൾ, അങ്ങനെ എല്ലാം കളർഫുൾ കാഴ്ചയാണ് നിലമ്പൂരിലുള്ളതെങ്കിലും ഏറ്റവും ആധികാരികമായി ഏറ്റവും കൂടുതൽ എഡ്ജ് ഉണ്ടാക്കാൻ ശ്രമത്തിലാണ് മുന്നണികളുള്ളത്. ഇനി തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഉപ്പുതൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ സംഭവങ്ങളും ഇവിടെ വലിയ ചർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, KC വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശം, പിന്നീട് ചോക്കേറ്റി മരിച്ച അനന്തുവിന്റെ മരണം, അങ്ങനെ ഓരോ ദിവസവും ഗോതയിൽ ഓരോ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി മണ്ഡലത്തിൽ ചർച്ചയാകുന്നത് വർഗീയ ശക്തികൾ എന്നാരോപിക്കപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒപ്പം PDPയുടെയും LDF, UDF പിന്തുണയാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് UDF പിന്തുണ അറിയിച്ചതോടെ വലിയ വിവാദമാണ് LDF ഉണ്ടാക്കിയത്. UDF എന്നത് വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത സംഘടനയെ മാറിയെന്ന വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു, ഒരു വർഗീയ ആംഗിളിലായിരുന്നു കാര്യങ്ങൾ LDF അവതരിപ്പിച്ചത്. അതേസമയം LDFന് PDP പിന്തുണ അറിയിച്ചത് UDF ആയുധമാക്കുന്നു. അപ്പോൾ LDF ന്യായീകരണം PDP വർഗീയ പാർട്ടിയല്ല, മറിച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന രീതിയിൽ ന്യായീകരണവുമായാണ് LDF രംഗത്തത്. അതേസമയം ഹിന്ദു അഖില ഭാരത സഭയുടെ പിന്തുണ LDFനെ അറിയിച്ചതും, അതായത് അവർ LDFന് പിന്തുണ അറിയിച്ചതും വരും ദിവസങ്ങൾ UDF വലിയ ചർച്ചയാക്കും. അങ്ങനെ എല്ലാ വിഷയങ്ങളും സജീവ ചർച്ചയായി. അഴിമതി, ഒപ്പം ഭരണവിരുദ്ധ തരംഗമുണ്ടോ എന്ന ചോദ്യം, അതിനപ്പുറത്തേക്ക് മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ, അങ്ങനെ സകല വിഷയങ്ങളും ചർച്ചയാക്കി കൊടുമ്പിരി കൊള്ളുകയാണ് നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഗോത. TK രജിത്ത്, ക്രിസ്റ്റീന. ശരി, സുഹൈൽ മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നിലമ്പൂരിനെ ചൂടുപിടിപ്പിക്കുന്ന തരത്തിൽ നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ, PDPയുടെ LDF പിന്തുണ, അതാണ് പ്രചാരണ രംഗത്ത് സജീവ രാഷ്ട്രീയ വാക്പോരിന് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇനി നിലമ്പൂർ വിധി എഴുതാൻ 8 ദിവസം മാത്രമാണ് ബാക്കി. പ്രധാന നേതാക്കളെ, ദേശീയ നേതാക്കളെ അടക്കം കളത്തിലേക്ക് ഇറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. കേരള തീരത്ത് കപ്പലുകൾ അപകടത്തിൽപ്പെട്ട സംഭവവും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പ്രചാരണ വിഷയം. അപകടങ്ങളിൽ പ്രതിപക്ഷം ദുരൂഹത ആരോപിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് വിഷയങ്ങളില്ലാത്തതിനാലാണ് കപ്പൽ അപകടം ഉയർത്തിക്കാട്ടുന്നതെന്ന് ഇടതുമുന്നണി ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലും സമീപത്തും കടലില്ല. എന്നാൽ കടലോളം പോന്ന ചർച്ചയാണ് കപ്പലപകടങ്ങളെക്കുറിച്ച് മണ്ഡലത്തിൽ. കേരള തീരത്ത് തുടർച്ചയായി കപ്പലപകടങ്ങൾ സംഭവിക്കുന്നതിൽ ദുരൂഹത ആരോപിക്കുകയാണ് പ്രതിപക്ഷം. അടുത്തിടെ മുങ്ങിയ MSC എൽസ3 എന്ന കപ്പലിന്റെ ഉടമസ്ഥർക്കെതിരെ കേസ് വേണ്ടെന്ന സംസ്ഥാന സർക്കാർ തീരുമാനത്തെ കോൺഗ്രസ് നേതാവ് K മുരളീധരൻ വിമർശിച്ചു. ഇതിന്റെ പല കമ്പനിക്കാരുമായിട്ട് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റും ബന്ധമുണ്ട്, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അതിന്റെ ഫലമല്ലേ മഹാരാഷ്ട്ര സമീപിച്ചല്ലോ. എന്തുകൊണ്ട് കേരളം തയ്യാറാവുന്നില്ല? അത് വളരെ സീരിയസ് ആയിട്ട് കാണും. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഈ സംഭവങ്ങളുടെ ഒരു പരിണത ഫലം അനുഭവിക്കേണ്ടി വരുന്നവരാണ്. UDF നിലപാടിനെ ഇടതുമുന്നണി ചോദ്യം ചെയ്യുന്നു. കേരളത്തിന് നിയന്ത്രണമില്ലാത്ത രാജ്യാന്തര കപ്പൽച്ചാലിലെ അപകടങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എന്തു ചെയ്യാനെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ 24നോട്.
അതൊക്കെ മനുഷ്യനെ കളിയാക്കുന്നതിന് തുല്യമാണ്. കപ്പലടപടവും കേരളം ഭരിക്കുന്ന സർക്കാരും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊക്കെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പൊരുളിത്രയേ ഉള്ളൂ. അവർക്ക് 2026 എന്തെങ്കിലും കുറ്റങ്ങൾ, ശ്രീ പിണറായി വിജയനെതിരെ എന്തെങ്കിലുമൊക്കെ കുറ്റം, സർക്കാരിനെതിരെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ പറയാമോ? നിലമ്പൂരിൽ പ്രചാരണ വിഷയങ്ങൾ അനുദിനം മാറുകയാണ്. വികസനം, അഴിമതി, വന്യജീവിയാക്രമണം എന്നിവയായിരുന്നു പ്രചാരണ തുടക്കം. ഇവ പിന്നീട് പന്നിക്കണിയിൽ കുടുങ്ങി 15-കാരന്റെ ഷോക്കേറ്റ് മരണം, ജമാഅത്തെ ഇസ്ലാമി UDF-നും PDP LDF-നും പിന്തുണ പ്രഖ്യാപിച്ചത് എന്നിവയ്ക്ക് വഴിമാറി. ഇപ്പോഴിതാ കപ്പലപകട വിഷയവും മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നു. 24 നിലമ്പൂർ. നേതാക്കളെല്ലാം അനുശോചനം അറിയിച്ചു വന്നുപോയി. പക്ഷേ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 15 വയസ്സുകാരന്റെ കുടുംബത്തിന്റെ ദുരിതം എന്ന് തീരുമെന്ന ചോദ്യത്തിന് മറുപടിയില്ല. മാനമൊന്ന് കറുത്താൽ പേടിയാണ് ഇവർക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്ന് വേദനയോടെ പറയുന്നു അനന്തുവിന്റെ കുടുംബം. അനന്തുവിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇതുവരെയാണ് വാഹനമെത്തുക. ഇനി അങ്ങോട്ടേക്ക് നടക്കണം, കാട്ടിനുള്ളിലൂടെ, ഈ ചെളി പിടിച്ച വഴിയിലൂടെ. കാട് മുറിച്ചു കടന്നാണ് അനന്തുവിന്റെ വീട്ടിലേക്ക് പോകേണ്ടത്. വാഹനം നിർത്തി 300 മീറ്ററോളം നടക്കണം. നേതാക്കളും ആളുകളുമെല്ലാം വന്നു കണ്ട് തിരിച്ചുപോയി. പക്ഷേ ഇവർക്ക് പറയാനുണ്ട് അനുഭവിക്കുന്ന ദുരിതത്തിന്റെ പെടാപ്പാട്. ഞങ്ങൾ ഈ 4 വീട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരെ കൊണ്ട് സാമ്പത്തിക ശേഷിയുള്ളവരായതുകൊണ്ട് അവരൊക്കെ സ്വന്തം സ്ഥലം വാങ്ങി വീട് വെച്ച് പോയി. ഞങ്ങൾക്ക് അതിനുള്ള ഇതില്ല. എപ്പോഴും ദുരിതമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല ജീവിതത്തിൽ. ആകെ പ്രതീക്ഷയായിട്ടുള്ള ജീവിതമാണ്. വിളിച്ചാൽ ഒരു ഓട്ടോറിക്ഷ പോലും വരില്ല. രാത്രി ആശുപത്രിയിൽ പോകാൻ വഴിയില്ല. 4 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസം. മാറി താമസിക്കാൻ സാമ്പത്തികമായി കഴിയുന്നവരെല്ലാം പല വഴിക്ക് പോയി. എത്രയോ തവണ 4 പാടും മഴവെള്ളം ഇരച്ചുകയറി. മണ്ണിടിച്ചിൽ ഭീഷണി വേറെ. ഞങ്ങൾക്ക് അസുഖങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുള്ളതിലല്ല ഞങ്ങൾ പോവുക. അത്രക്ക് ഇപ്പം നാളെ വീണ് തല പൊട്ടി. പിന്നെ രാത്രി വണ്ടി വിളിച്ചിട്ടൊന്നും കിട്ടാനില്ല. രാവിലെ പോയിട്ടാണ് സ്റ്റിച്ചൊക്കെ ഇട്ടത്. രാത്രി ആയാൽ ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ ഒരു വണ്ടി വിളിച്ചാലും വരൂല. അവർക്ക് പേടി. പുനരധിവസിപ്പിക്കണമെന്നാണ് ആവശ്യം. ഒരു വഴി വേണമെന്ന് വനം മന്ത്രി വന്നപ്പോൾ ആവശ്യപ്പെട്ടു. എല്ലാം പരിഗണിക്കാമെന്ന് മറുപടി. ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ശൂന്യതയാണ് എങ്ങും. ശ്രദ്ധിക്കേണ്ട ആരും ഒരു ഉറപ്പും തരുന്നില്ല. അധികൃതരുടെ വാക്കുകളെ വിശ്വസിച്ച് വർഷങ്ങളായി ഈ 4 കുടുംബങ്ങൾ ജീവിതം തള്ളി നീക്കുന്നു. അബിത്തിനൊപ്പം വിപിൻ സി വിജയൻ, ടീം 24 നിലമ്പൂർ. BJP നേതാവും നടനുമായ G. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിൽ വനിതാ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്തി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം. കഴിഞ്ഞ 11 മാസത്തിനിടയിലെ ഇവരുടെ UPI ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത്. ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തി. ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് മനസ്സിലായതോടെ വനിതാ ജീവനക്കാർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നലെ അപേക്ഷ നൽകി. അതേസമയം ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ 1 വർഷത്തോളമായി ഓഡിറ്റ് നടത്തിയിരുന്നില്ലെന്നും 69 ലക്ഷം തിരിമറി നടത്തിയെന്ന പരാതി വ്യാജമാണെന്നും വനിതാ ജീവനക്കാരുടെ അഭിഭാഷകൻ മുഹമ്മദ് ഉനൈസ് 24-നോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്ഥാപനം നടത്തുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കെൻഡിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി നമ്മളെടുത്ത കണക്കെടുപ്പ് നടക്കും, അല്ലേ? നമുക്ക് എത്ര വിശ്വാസമുള്ള ആളുകളാണെങ്കിലും നമ്മൾ നടത്തും, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഓഡിറ്റേഴ്സ് അതിനുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ 9-10 മാസമായിട്ട് നമ്മൾ എന്തുകൊണ്ട് അവിടുത്തെ കണക്കെടുപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളത് എന്താണ് ഒരു ചോദ്യമാണ്. നമുക്ക് പകുതി പോയിട്ട് ഒരു ഏകദേശം ഒരു 27 ലക്ഷം നമുക്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ട്രാൻസാക്ഷൻ നടന്നു. പക്ഷേ ഈ പൈസ അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ശമ്പളം കഴിഞ്ഞുള്ള പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്, അവരുടെ മൊഴിയിലുണ്ട്. കുട്ടികൾ സ്വതന്ത്രമായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് ആരുടെ കൺട്രോളിലാണ് എന്നുള്ളതും അതുപോലെ തന്നെ ആ കുട്ടികൾ ഫ്രീ വില്ലോടുകൂടി പറയുന്നതാണോ എന്നും നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. അത് പോലീസ് അന്വേഷിച്ച് എൻ്റെ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ പോലീസ് കണ്ടെത്തും. വിജിലൻസ് കേസിൽ പ്രതിയായ ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ.
കേസിൽ പിടിയിലായ പ്രതികളുമായി തനിക്ക് ബന്ധമില്ല എന്നാണ് ശേഖർ കുമാറിന്റെ വാദം. എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥന്റെ ജാമ്യ ഹർജി എതിർക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. പിടിയിലായ 3 പ്രതികളുടെ പക്കൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും വിജിലൻസ് ശേഖർ കുമാറിന്റെ ജാമ്യ ഹർജിയെ എതിർക്കുക. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വിദ്യാർത്ഥികളായ 6 പ്രതികളാണ് കേസിലുള്ളത്. ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്ക് ജാമ്യം നൽകരുതെന്ന് ഷഹബാസിന്റെ പിതാവ് കോടതിയിൽ ആവശ്യമായി ഉന്നയിച്ചിരുന്നു. ഗൌരവകരമായ കുറ്റകൃത്യമെന്ന് കോടതിയും നിരീക്ഷിച്ചതാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനും അവർക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കാനും കോടതിയുടെ ഇടപെടലുണ്ടായി. ഫെബ്രുവരി 28-നാണ് ട്യൂഷൻ സെന്ററിലെ കലാപരിപാടിയെ ചൊല്ലിയുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഷഹബാസിനെ സഹവിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ജസ്റ്റിസ് കുര്യന്റെ ബെഞ്ചാണ് ജാമ്യഹർജിയിൽ വിധി പറയുന്നത്. ഇടുക്കിയിൽ വാഹന പരിശോധനയ്ക്കിടെ അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികരെ ആശുപത്രിയിൽ എത്തിച്ച പോലീസിന് കിട്ടിയത് 2 ബൈക്ക് മോഷണ കേസ് പ്രതികളെ കൂടിയാണ്. മോഷ്ടിച്ച ബൈക്കുമായി രക്ഷപ്പെടുന്നതിനിടെയാണ് പ്രതികൾ പോലീസിന്റെ മുന്നിൽ അകപ്പെട്ടത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ബൈക്കുകൾ മോഷ്ടിച്ചുവെന്ന് പ്രതികൾ മൊഴി നൽകി. കഴിഞ്ഞ രാത്രിയിലാണ് അടിമാലി പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ബൈക്കിലെത്തിയ 2 യുവാക്കൾ മറിഞ്ഞു വീണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ പോലീസ് 2 പേരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ പോലീസുകാർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് പ്രതികളുടെ കുറ്റസമ്മതത്തിലേക്ക് എത്തിയത്. തുടർന്ന് അപകടത്തിൽപ്പെട്ട ബൈക്ക് കാന്തിപ്പാറ കമ്പനിമലയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് യുവാക്കൾ സമ്മതിച്ചു. അരിയുളംചാൽ സ്വദേശി അനൂപ്, അണക്കര സ്വദേശി ചന്ദ്രപ്രസാദ് എന്നിവരാണ് പ്രതികൾ. ഉടുമ്പൻചാല പോലീസിന്റെ പരിധിയിൽ നടന്ന മോഷണമായതിനാൽ അടിമാലി പോലീസ് പ്രതികളെ അങ്ങോട്ടേക്ക് കൈമാറി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതികൾ നടത്തിയിട്ടുള്ള മോഷണങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവിടെ നടത്തിയ വിശദമായ പരിശോധനയിൽ ഇവര് ആണ് ഈ ബൈക്ക് മോഷ്ടിച്ചതെന്നും ഇത് കൂടാതെ ഇവര് ഇന്ന ദിവസം തന്നെ രാജാക്കാട് ഭാഗത്തു നിന്ന് രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും 2 ബൈക്കുകൾ കൂടി മോഷ്ടിച്ചിട്ടുണ്ടെന്നും അതിന് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇത് കൂടാതെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കുമളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ഇതുപോലെ 2 ബൈക്കുകൾ ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. രാജാക്കാട്, കുമളി എന്നിവിടങ്ങളിൽ നിന്നായി 4 ബൈക്കുകൾ പ്രതികൾ മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിൽ അന്വേഷണം നടത്തി വരവെയാണ് ഉടുമ്പൻചോലയിലെ മോഷണക്കേസിൽ പിടിയിലായത്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി. കെനിയയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തലസ്ഥാനമായ നെയ്റോബിയിലേക്ക് എത്തിച്ചു. പരിക്കേറ്റ 3 പേരെ വ്യോമമാർഗമാണ് എത്തിച്ചത്. മരണപ്പെട്ട 5 മലയാളികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച വ്യക്തത കൈവന്നിട്ടില്ല. മരിച്ച 6 പേരിൽ 5ഉം മലയാളികളാണ്. വിവരങ്ങളുമായി ആൻ മരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ എപ്പോഴാണ് എത്തിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആയിട്ടില്ല. ഇനി ആശുപത്രിയിലുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ പറയും. ക്രിസ്റ്റീന, നിലവിൽ ഈ ആശുപത്രിയിൽ കഴിയുന്നവർ ദി നെയ്റോബി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ അപകടനില അവർ തരണം ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് അവസാനമായിട്ട് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. 3 പേരെ ഇന്നലെ എയർമാർഗം തന്നെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. 3 പേരെ റോഡ് മാർഗവുമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ എയർലിഫ്റ്റ് ചെയ്തത് 2 മലയാളികളാണ്. ഒരു മഹാരാഷ്ട്ര സ്വദേശിയും റോഡ് മാർഗം എത്തിച്ചതിൽ 2 മംഗലാപുരം സ്വദേശികൾ, ഒരു തൃശ്ശി സ്വദേശി എന്നിവരെയാണ് ഇന്നലെ ദി നെയ്റോബി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ബാക്കിയുള്ളവരെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ റോഡ് മാർഗം തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമെന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അപകടത്തിൽ മരിച്ച 5 പേരും മലയാളികളാണ് എന്നുള്ളതാണ് ദാരുണമായിട്ടുള്ള സംഭവം. അതിൽ തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിനിയായിട്ടുള്ള ജസ്ന കുട്ടിക്കാട്ടുചാലില് 1.5 മാസം പ്രായമായിട്ടുള്ള മകൾ റൂഫി മെഗ്രിൻ, ഖത്തറിൽ താമസക്കാരായിട്ടുള്ള ഗീത ഷോജി ഐസക്, പാലക്കാട് കൊങ്ങാട് സ്വദേശി റിയ ആൻ, മകൾ 8 വയസ്സുള്ള ടൈറ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഇതിൽ ഗീത ഷോജി ഐസക് അവർ 30 വർഷത്തോളമായിട്ട് ഖത്തറിൽ സ്ഥിരതാമസമായിട്ടുള്ള ആളുകളാണ്. അവരുടെ മക്കൾ കൊച്ചിയിലും, അത് മാത്രമല്ല ഇവർ തറവാട് വീട് തിരുവനന്തപുരത്തുമാണ്. അപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അത് ആലോചിച്ചതിന് ശേഷമായിരിക്കും പറയാനായിട്ട് സാധിക്കുക എന്നതാണ് അവരുടെ കുടുംബവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്ന വിവരം. കാരണം ഇവർ നിരവധി
നിരവധി വർഷത്തോളമായിട്ട് ഖത്തറിൽ തന്നെ താമസക്കാരായിട്ടുള്ളത് കൊണ്ട് തന്നെ ഖീരയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഖത്തറിലേക്കായിരിക്കും എത്തിക്കുക. ബാക്കിയുള്ള 4 പേരുടെ മൃതദേഹം അത് നാട്ടിലെത്തിക്കുന്നതുമായുള്ള നടപടിക്രമങ്ങൾ അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്നുള്ള കാര്യം കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. അവർ വിനോദയാത്രയ്ക്കായി പോയ ബസ് അത് കനത്ത മഴയിലാണ് അപകടത്തിൽപ്പെടുന്നതും അതിൽ മരിച്ച 5 പേര് മലയാളികളും. ക്രിസ്റ്റീന. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മേഘാലയയിലെ ഹണിമൂൺ വധക്കേസിലെ മുഖ്യപ്രതി സോനം രഘുവൻഷിയെ ഷില്ലോങ്ങിലെത്തിച്ചു. പ്രതിയെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും. 20 ലക്ഷം രൂപയ്ക്കാണ് സോനം കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയത്. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ കൊലപാതകം ആസൂത്രിതമായിരുന്നു. ഇവര് ആ കൊലപാതകം കണ്ടുനിന്ന് പല നിർദ്ദേശങ്ങളും നൽകിയെന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടക്കാനിരിക്കുകയാണല്ലോ, വിവരങ്ങൾ. ക്രിസ്റ്റീന റീജിത്ത്, ഇന്ന് ഈ പ്രധാന പ്രതിയായിട്ടുള്ള സോനം രഘുവൻഷി ഇന്നലെ രാത്രിയാണ് പാറ്റ്ന വിമാനത്താവളത്തിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് എത്തിച്ചത്. ബാക്കി 4 പ്രതികൾ കൂടിയുണ്ട്. അവരെ ഇന്ന് ഷില്ലോങ്ങിലേക്ക് എത്തിക്കും. ഇതിൽ പ്രധാനപ്പെട്ട 3 കൊലയാളികൾ ഇൻഡോറിലെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് ഇന്നലെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങി ഷില്ലോങ്ങിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് അവരെത്തും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്, അതായത് ഈ വിവാഹശേഷം ഹണിമൂണിനായി ഈ സോനം തീരുമാനിക്കുന്നു. ഹണിമൂണിന് ഇവർ ഷില്ലോങ്ങിലെത്തുന്നു ഭർത്താവുമൊത്ത്. അതിനുശേഷം ഈ ട്രെക്കിങ്ങിന് ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അത് സോനം സാധാരണ ഗൂഗിളിൽ തിരഞ്ഞെടുത്ത് സാധാരണയായി തിരഞ്ഞെടുത്ത ഒരു ലൊക്കേഷനാണ് എന്നാണ് പോലീസ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഷില്ലോങ്ങിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഷില്ലോങ്ങിൽ താൻ ആദ്യമായിട്ടാണ് വന്നത് എന്നാണ് സോനം പറയുന്നത്. മാത്രമല്ല ഈ 3 കൊലയാളികൾ അത് ഈ ആൺ സുഹൃത്തായിട്ടുള്ള രാജ് കുശ്വാഹയുടെ സുഹൃത്തുക്കളാണ്. ഈ സുഹൃത്തുക്കളോട് സഹായം അഭ്യർത്ഥിച്ചതാണ് രാജ് കുശ്വാഹ ഇങ്ങനെ ഒരു ആവശ്യത്തിന്. അവർക്ക് പണം വാഗ്ദാനം ചെയ്തത് പക്ഷേ സോനമാണ്. 20 ലക്ഷം രൂപയാണ് ഈ കൊലപാതകത്തിന് സഹായിച്ചാൽ വാഗ്ദാനം ചെയ്തിരുന്നത്. അതിനുശേഷം ഇവർ ഈ കൊല നടത്തിയതിനു ശേഷം ഈ ഷില്ലോങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ചും പോലീസിന് ഏതാണ്ടൊരു വഴി തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഈ കൊല നടത്തി 23-ാം തീയതി ഈ കൊല നടത്തി ഈ കാട്ടിനുള്ളിൽ വെച്ച് മൃതദേഹം മറവ് ചെയ്യാനും ഈ മലയിടുക്കിലേക്ക് എടുത്തെറിയാനും സോനവും സഹായിച്ചിരുന്നു. അതിനുശേഷം സോനം അവിടുന്ന് ആ മലയിടുക്കിൽ നിന്ന് താഴെ ഷില്ലോങ്ങിലെത്തി. അവിടുന്ന് ഒരു ടാക്സിയിലാണ് ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്ന് ടാക്സിയിലാണ് ഷില്ലോങ്ങിലേക്ക് പോയത്. അവിടുന്ന് മറ്റൊരു ടാക്സി പിടിച്ചാണ് അസമിലെ ഗുവാഹത്തിയിലേക്ക് വന്നത്. അവിടുന്ന് ട്രെയിൻ മാർഗം മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് പോയെന്നാണ് പോലീസ് പറയുന്നത്. ഈ കൂടെ ഉണ്ടായിരുന്ന കൊലയാളികളും സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഷില്ലോങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പല സമയങ്ങളിലാണ് ഇവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ കൊല നടത്താൻ മാത്രമല്ല കൊല കഴിഞ്ഞതിന് ശേഷം രക്ഷപ്പെടുന്നതിൽ പോലും ഇവർ ആസൂത്രണം നടത്തിയിരുന്നു. പക്ഷേ പലയിടങ്ങളിലും പിഴവ് പറ്റിയിരുന്നു. കാരണം ഈ സോനത്തിന്റെ ഫോണ് ഇതുവരെയ്ക്കും പോലീസിന് റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇതിലെ CDR വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ കൊലപാതക ദിവസവും ഈ ആൺസുഹൃത്തായിട്ടുള്ള രാജ് കുശ്വാഹയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ രാജ് കുശ്വാഹ പലതവണ ഈ കൊലയാളികളുമായും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പല തെളിവുകളും പോലീസ് നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. ശരി, ഹണിമൂൺ വധക്കേസിലെ ചുരുളഴിക്കുകയാണ് പോലീസ്. മുഖ്യപ്രതി സോനം രഘുവൻഷിയെ ഷില്ലോങ്ങിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നോക്കാമിനി ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. വിദ്വേഷം പ്രചരിപ്പിച്ചതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത വജാഹത്ത് ഖാനെ ജൂൺ 16 വരെ കസ്റ്റഡിയിൽ വിട്ടു. വജാഹത്ത് ഖാനെ ഹരിയാന പോലീസിന് കൈമാറുന്ന തീരുമാനത്തിൽ അന്തിമ തീരുമാനം കസ്റ്റഡി കാലാവധി തീരുന്ന ദിവസമെടുക്കുമെന്ന് പോലീസ്. NCCയുടെ 3ാമത്തെ എവറസ്റ്റ് പര്യവേഷണത്തിന്റെ ഭാഗമായി എവറസ്റ്റ് കീഴടക്കിയ NCC കേഡറ്റുകളെ ആദരിച്ച് വ്യോമസേനാ മേധാവി AP സിംഗ്. പര്യവേഷണത്തിന്റെ വിജയം ഇന്ത്യൻ യുവാക്കളുടെ ധൈര്യത്തെയും സാഹസികതയെയുമാണ് എടുത്തു കാണിക്കുന്നതെന്ന് AP സിംഗ്. പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപം BSF നടത്തിയ പരിശോധനയിൽ ഡ്രോൺ കണ്ടെടുത്തു. അമൃത്സറിൽ നടത്തിയ പരിശോധനയിൽ ഡ്രോണിനൊപ്പം ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി ജാർഖണ്ഡ് മുക്തി മോർച്ച. 11 വർഷത്തെ ഭരണത്തിനിടയിൽ 12 വലിയ പരാജയങ്ങൾ ഉണ്ടായെന്ന് JMM ജനറൽ സെക്രട്ടറി സുപ്രിയ ഭട്ടാചാര്യ.
റെയിൽവേ പാസഞ്ചേഴ്സ് ചാർട്ട് പ്രസിദ്ധീകരിക്കുന്ന രീതിക്ക് മാറ്റം വരുത്താനൊരുങ്ങി റെയിൽവേ. ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് പുറത്തിറക്കുന്ന നിലവിലെ രീതിക്ക് മാറ്റം വരുത്തും. സ്ഥിരീകരിച്ച പാസഞ്ചേഴ്സ് ലിസ്റ്റ് 24 മണിക്കൂറിന് മുൻപ് പുറത്തിറക്കാനാണ് ആലോചന. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. കോതമംഗലം ഊന്നുകല്ലിൽ നിന്ന് പെരുമ്പാമ്പിനെ സാഹസികമായി പിടികൂടി. 10 കിലോയിലധികം ഭാരം വരുന്ന പാമ്പിനെ പൈനാപ്പിൾ തോട്ടത്തിൽ നിന്നാണ് പിടികൂടിയത്. സ്വകാര്യ വ്യക്തിയുടെ പൈനാപ്പിൾ തോട്ടത്തിൽ പുല്ല് വെട്ടി വൃത്തിയാക്കുന്നതിനിടയിലാണ് തൊഴിലാളികൾ പെരുമ്പാമ്പിനെ കണ്ടത്. ആദ്യം ഭയന്നെങ്കിലും സ്ഥലം ഉടമ സ്നേക്ക് റെസ്ക്യൂ ടീമിനെ വിളിച്ചു വരുത്തി. അല്പം പണിപ്പെട്ടെങ്കിലും അധികം വൈകാതെ പാമ്പിനെ പിടികൂടി. പ്രദേശവാസി കൂടിയായ മാർട്ടിൻ മേക്കേമാലിയാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. മഴക്കാലമായതിനാൽ പുരയിടങ്ങളിലും വീട്ടകങ്ങളിലും പാമ്പിന്റെ സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന മാർട്ടിൻ മുന്നറിയിപ്പ് നൽകി. പെരുമ്പാമ്പ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ കാരണം തോടുകളിലും പുഴകളിലും വെള്ളം നിറയുമ്പോൾ ഇത് തോട്ടിൽ കൂടെയും പുഴയിൽ കൂടെയുമാണ് ഇത് ഒഴുകി വരുന്നത്. അത് ലക്ഷ്യം തെറ്റി വീടുകളുടെ സമീപത്തും പറമ്പുകളിലും എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുല്ല് വെട്ടുന്നവരും കാട് വെട്ടുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 24 തൊടുപുഴ. +1 രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോഴും കണ്ണൂർ ജില്ലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളടക്കം പട്ടികയ്ക്ക് പുറത്താണ്. നിലവിലെ കണക്കനുസരിച്ച് 3ാം അലോട്ട്മെന്റ് പൂർത്തിയായാലും 10,000-ഓളം വിദ്യാർത്ഥികൾ വലിയ പണം മുടക്കി മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. 6 വർഷമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇടുക്കി ജില്ലാ ആശുപത്രി. 8 നില കെട്ടിടത്തിന് അഗ്നിരക്ഷാസേനയുടെ NOC ഇല്ലാത്തതാണ് ഫിറ്റ്നസ് ലഭിക്കാത്തതിന് കാരണം. ആശുപത്രിയിൽ രോഗികളെ കൊണ്ടുപോകുന്നതിന് ലിഫ്റ്റ് സംവിധാനം വേണമെന്ന ആവശ്യത്തിന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. 2019 ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് ആരംഭിക്കുന്നത്. നാളിതുവരെയായി ഫയർ NOC ലഭിച്ചില്ല. 2 ലിഫ്റ്റുകൾ വേണം എന്ന നിബന്ധന നിലനിൽക്കെ ആശുപത്രിയിലുള്ളത് 1 ലിഫ്റ്റ് മാത്രം. ഫയർ NOC ലഭിക്കുന്നതിനായി പ്രധാന കവാടത്തിന് വീതി കൂട്ടൽ, 2 ലക്ഷം ലിറ്ററിന്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക്, കെട്ടിടത്തിന് മുകൾ ഭാഗത്ത് ഓപ്പൺ സ്പേസ് എന്നിവ ഉൾപ്പെടെ പൂർത്തിയാക്കിയെങ്കിലും ലിഫ്റ്റിന്റെ കാര്യത്തിൽ മൗനം തുടരുകയാണ്. ഈ സെക്കൻഡ് ലിഫ്റ്റ് വേണം ഹോസ്പിറ്റലിൽ, അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്. അത് ഞാനത് പറഞ്ഞു, അത് ചെയ്യേണ്ട പീഡബ്ല്യൂഡിയായിരുന്നു. അത് ചെയ്യാതെ ഇങ്ങനെ പോയാൽ നമ്മുടെ കുഴപ്പമില്ല. ജില്ലാ പഞ്ചായത്താണല്ലോ വർക്ക് മുഴുവൻ ചെയ്ത പീഡബ്ല്യൂഡിയാണുള്ളത്. അപ്പോൾ അത് ശരിക്കും ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഫുൾ സാധനം വെച്ചല്ലേ എസ്റ്റിമേറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് എനിക്കറിയില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല. ജില്ലാ പഞ്ചായത്തിനാണ് ആശുപത്രിയുടെ ചുമതല. ലിഫ്റ്റ് സംവിധാനമില്ലാത്തതിനാൽ ഗൈനക്കോളജി, പീഡിയാട്രിക് വിഭാഗങ്ങൾ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തന്നെയാണ്. പലപ്പോഴും രോഗികളെ കൊണ്ടുപോകുന്നത് സ്ട്രക്ചറിൽ കിടത്തി പടികൾ കയറിയാണ്. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും നിലവിലുള്ള ജോലിഭാരവും ആശുപത്രിയുടെ മറ്റൊരു പ്രതിസന്ധിയാണ്. താലൂക്ക് ആശുപത്രിയിൽ ഉള്ളതിനേക്കാൾ കുറവ് ഡോക്ടർമാരാണ് നിലവിൽ ഇടുക്കി ജില്ലാ ആശുപത്രിയിലുള്ളത്. 24 തൊടുപുഴ. BJP നേതാവും നടനുമായ G. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ OBOC എന്ന സ്ഥാപനത്തിൽ വനിതാ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്തി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം. കഴിഞ്ഞ 11 മാസത്തിനിടയിലെ ഇവരുടെ UPI ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത്. ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, ഗുഡ് മോർണിംഗ്. ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 27 ലക്ഷത്തോളം രൂപ ഇവരുടെ അക്കൗണ്ടുകളിൽ വന്നിട്ടുണ്ട്. അത് തിരികെ നൽകിയിട്ടുണ്ടെന്ന് വനിതാ ജീവനക്കാർ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പണമിടപാട് നടന്നിട്ടില്ല എന്നൊരു വാദം തെറ്റാവുകയാണോ? എന്താണ് പോലീസ് പറയുന്നത്? ഗുഡ് മോർണിംഗ് റൈജിത്ത്, ക്രിസ്റ്റീന. ഈ ആദ്യ ദിവസങ്ങളിൽ ഈ കേസ് വാർത്തയായി പുറത്തുവന്ന ആദ്യ ദിവസങ്ങളിൽ BJP നേതാവും നടനുമായ G. കൃഷ്ണകുമാറും ഒപ്പം മകൾ ദിയ കൃഷ്ണയും പറഞ്ഞിരുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഏറെക്കുറെ ശരിവെക്കുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അന്നേ അവർ പറഞ്ഞിരുന്നതാണ്, ഇത് ഏതെങ്കിലും നിലയിലുള്ള ഭീഷണിപ്പെടുത്തലോ ബലാത്സംഗ ശ്രമമോ അത്തരത്തിലുള്ള ഒരു കേസല്ല, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള കേസല്ല. ഈ പരാതിക്കാർ നൽകിയിരിക്കുന്ന കേസ് വ്യാജമാണ്. മറിച്ച് തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് ശരിയായ വസ്തുത എന്ന് അവർ പറഞ്ഞിരുന്നതാണ്. ഏറെക്കുറെ അക്കാര്യങ്ങൾ ശരിവെക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അതിൽ നിന്ന് UPI ഇടപാടുകൾ, കഴിഞ്ഞ 11 മാസത്തിനിടെയുള്ള UPI ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ദിയ കൃഷ്ണയുടെ അക്കൗണ്ടിൽ നിന്ന് ഇവർ പണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. പക്ഷേ അത് ഈ 69 ലക്ഷം രൂപ തന്നെയാണോ എന്നുള്ള കാര്യമൊന്നും പോലീസ് പറയുന്നില്ല. എന്തായാലും ഒരു സാമ്പത്തിക ക്രമക്കേട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്
പോലീസിന്റെ കണ്ടെത്തൽ. ഒപ്പം തന്നെ നേരത്തെ ഈ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതും വ്യാജമാണ് എന്നുള്ളത് ചില CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു വ്യാജ പരാതി എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് കാണുന്നത്. പക്ഷെ ആദ്യം അവർ തന്നെ പരാതി നൽകിയതുകൊണ്ട് ആ കേസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ കേസിലും FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ രണ്ടാമത് കൃഷ്ണകുമാർ നൽകിയ പരാതി അതായിരുന്നു ആദ്യം കൗണ്ടർ കേസ്. പക്ഷെ നിലവിൽ ഇപ്പോൾ G. കൃഷ്ണകുമാർ നൽകിയ പരാതി പ്രധാനപ്പെട്ട പരാതിയായും ഈ പരാതിക്കാരുടെ പരാതി അത് ആദ്യത്തെ പരാതി അത് കൗണ്ടർ കേസായും പരിഗണിക്കാനാണ് പോലീസിന്റെ നീക്കം. അതിനിടയിൽ കൂടുതൽ ആരോപണങ്ങളുമായി ജീവനക്കാർ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരികൾ, പരാതി നൽകിയിരുന്ന ജീവനക്കാരികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനടുത്തായി കമ്പനിയിൽ ഓഡിറ്റ് പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ സാമ്പത്തിക ക്രമക്കേടും കള്ളപ്പണങ്ങളും ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണവുമായി പരാതിക്കാരികളും രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിൽ രണ്ടു കൂട്ടരും കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. സലീം, ഇതിൽ ഈ ദിയാകൃഷ്ണ പറയുന്നത് ഇങ്ങനെ ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ട്, അവർ ആ പണം പിന്നീട് ദിയാകൃഷ്ണയ്ക്ക് നൽകിയെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഏതെങ്കിലും ഒരു ATM-ൽ നിന്നോ മറ്റോ ആ പണം പിൻവലിച്ചതിന് രേഖയുണ്ടാകുമല്ലോ. ആ രേഖ ഉണ്ടോ എന്ന കാര്യം അന്വേഷിച്ചാൽ മാത്രം മതി ഈ കേസിൽ ഒരു വ്യക്തത വരാനെന്നാണ്. ഇതിൽ പോലീസ് അന്വേഷണത്തിൽ ഏതൊക്കെ വശങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം കൊണ്ടുപോകുന്നത്? 2 പരാതികളുണ്ടായിരുന്നു. അതിൽ പോലീസ് ഒരു പൂർണ്ണാർത്ഥത്തിൽ ഒരു നിഗമനത്തിലേക്ക് ഈ ഘട്ടത്തിലെത്തുന്നു, ഒരു പക്ഷത്തേക്ക് പോലീസ് എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് സലീം? അതെ, പോലീസ് ഏറെക്കുറെ ഒരു വശത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യം നൽകിയ പരാതി അവർ കൗണ്ടർ കേസായി പരിഗണിക്കാമെന്നും രണ്ടാമത് നൽകിയ പരാതി ആദ്യത്തെ പരാതിയെ പ്രധാനപ്പെട്ട കേസായി പരിഗണിക്കാമെന്നും തീരുമാനിച്ചതിന് പിന്നിൽ തന്നെ ആ നിലയിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയത് കൊണ്ടാണ്. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസ് അങ്ങനെ ആയിരുന്നില്ല നിലപാട് സ്വീകരിച്ചിരുന്നത്. G. കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ പരാതിയാണ് ഗൗരവത്തിൽ പരിഗണിച്ചത്. മാത്രമല്ല ഈ രണ്ട് പരാതികളുടെയും കോണ്ടക്സ്റ്റ് വ്യത്യസ്തമാണ്. ഒന്നൊരു സാമ്പത്തിക ക്രമക്കേട് പരാതിയാണ്, മറ്റൊന്ന് തട്ടിക്കൊണ്ടുപോകൽ, ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ, ബലാത്സംഗ ഭീഷണി തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ. ആ നിലയിലായിരുന്നു പരാതി നൽകിയിരുന്നത്. പക്ഷേ ആ വകുപ്പുകൾ നിലനിൽക്കുന്നതാണോ എന്നുള്ളതിൽ പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസ് 2 പരാതിയും ഒരേ നിലയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഈ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് നിലവിൽ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ സ്വാധീനിക്കുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. റീജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നോക്കാം ഇനി അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ചൈനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് 4 മുൻ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അംഗങ്ങൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് തായ്പേയ് ജില്ലാ പ്രോസിക്യൂട്ടർ ഓഫീസ്. ചൈനയ്ക്ക് ദേശീയ സുരക്ഷാ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇസ്രായേൽ ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളിൽ 40% പേർക്ക് മാനസികാഘാതമെന്ന് റിപ്പോർട്ട്. മാനസിക പ്രശ്നങ്ങൾക്ക് പുറമെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടെന്ന് നെസറ്റ് ഹെൽത്ത് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. യമനിലെ തുറമുഖ നഗരമായ ഹുദൈദയിൽ ഇസ്രയേൽ ആക്രമണത്തിനിരയായത് മാനുഷിക സഹായം എത്തിക്കുന്ന പ്രധാന തുറമുഖത്തെ 2 ടെർമിനലുകൾ തകർത്തെന്ന് റിപ്പോർട്ട്. യുക്രൈനിൽ വ്യോമാക്രമണം നടത്തി റഷ്യ. നിരവധി സ്ഥലങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടതായും 13 പേർക്ക് പരിക്കേറ്റതായും വിവരം. 2 റഷ്യൻ യുദ്ധവിമാനങ്ങൾ യുക്രൈൻ തകർത്തതിന് പിന്നാലെയാണ് ആക്രമണം. വൻ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കപ്പൽ കടൽ തീരത്ത് ഉപേക്ഷിച്ച കമ്പനി. 800 ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ 300 വാഹനങ്ങളെ വഹിച്ചെത്തിയ മോർണിംഗ് മിഡാസ് എന്ന കപ്പലിന് അലാസ്ക തീരത്ത് വെച്ച് തീപിടിക്കുകയായിരുന്നു. അണയ്ക്കാൻ കഴിയാത്ത വിധം തീ വ്യാപിച്ചതിനെ തുടർന്ന് സോഡിയാക് മാരിടൈം എന്ന കമ്പനിയാണ് കപ്പൽ ഉപേക്ഷിച്ചത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി കണ്ണൂർ ആലക്കോട് 10 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. വെള്ളാട് സ്വദേശി ജോഷി പ്രകാശാണ് പിടിയിലായത്. മംഗളൂരുവിൽ നിന്ന് കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയെന്ന് എക്സൈസ് അറിയിച്ചു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ എന്താണ്? റീജിത്ത്, മംഗളൂരുവിൽ നിന്ന് കഞ്ചാവ് കടത്തി മലയോര മേഖലയിലെ പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ജോഷി പ്രകാശ്. ഇത് സംബന്ധിച്ച വിവരം നേരത്തെ തന്നെ എക്സൈസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ജോഷി പ്രകാശ് കഴിഞ്ഞ കുറച്ചു ദിവസമായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ മംഗളൂരുവിൽ നിന്ന് ഈ കഞ്ചാവ് വാങ്ങി ഇവിടെ ആലക്കോട് കരുവഞ്ചാലിൽ എത്തിച്ച ഘട്ടത്തിലാണ് എക്സൈസ് ഇന്നലെ രാത്രി ജോഷി പ്രകാശിനെ പിടികൂടിയത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ പിടികൂടുകയായിരുന്നു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിലാണ് 10 കിലോ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്.
ഇതിനു മുമ്പും ഈ കഞ്ചാവ് കേസുകളിൽ ഇയാൾ പിടിയിലായിട്ടുണ്ട്. അത്തരം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. എന്തായാലും ഈ മലയോര മേഖലയിൽ ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായിട്ടുള്ളത് എന്നതാണ് എക്സൈസ് അറിയിക്കുന്നത്. ഇവരെ കൂടുതൽ ഈ സംഘത്തിലുള്ളവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ശരി, കണ്ണൂരിൽ 10 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ഇനി ബിസിനസ് വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യയുടെ വിപണി വലുപ്പത്തിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് അവസരങ്ങളിലും വിശ്വാസം പ്രകടിപ്പിച്ച് സ്വിറ്റ്സർലാൻഡ് വ്യവസായ പ്രമുഖർ. ഇന്ത്യ EFTA വ്യാപാര കരാർ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ അമാൻ ഗ്രൂപ്പ് CEO ക്രിസ്ത്യൻ ഷ്നാഡർ. തെലങ്കാനയിലെ ബയോടെക്നോളജി, ഫിൻടെക് മേഖലകളിൽ 2150 കോടി രൂപ നിക്ഷേപിച്ച ടെക് കമ്പനികളായ ഷൈവ ഗ്രൂപ്പും തരാനിസ് ക്യാപിറ്റലും തെലങ്കാനയെ ടെക്നോളജിയുടെ ആഗോള നവീകരണ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി ശ്രീധർ ബാബു. ഇന്ത്യൻ ഔഷധ കമ്പനികൾ വിദേശ പേറ്റന്റുകൾ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തുന്നുവെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്രമന്ത്രി. 2026ഓടെ പുതിയ ഫുഡ് ഡെലിവറി സംവിധാനം പുറത്തിറക്കുമെന്ന് ബിഗ് ബാസ്ക്കറ്റ്. 10 മിനിറ്റിനുള്ളിൽ ഇന്ത്യയിൽ എവിടെയും ഭക്ഷണം വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. ഫുഡ് ഡെലിവറി ഭീമന്മാരായ സൊമാറ്റോ, സ്വിഗ്ഗി എന്നിവരുടെ കുത്തക തകർക്കുമെന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ ബിഗ് ബാസ്ക്കറ്റ്. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഡിഫൻസും ജർമ്മനി ആസ്ഥാനമായുള്ള ഡീൽ ഡിഫൻസും കൈകോർക്കുന്നു. നെക്സ്റ്റ് ജനറേഷൻ ടെർമിനറി ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാനാണ് തീരുമാനം. ഇനി പ്രധാന അറിയിപ്പുകളാണ്. വയനാട് പടിഞ്ഞാറത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 16 മുമ്പ് അപേക്ഷ നൽകണം. 2025-26 അധ്യയന വർഷത്തേക്കുള്ള സംസ്ഥാന പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ തീയതി ജൂൺ 16 വരെ ദീർഘിപ്പിച്ചു. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 14 NCTV ഗ്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി ജൂൺ 20 വൈകിട്ട് 5 മണിവരെ അപേക്ഷ നൽകാം. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാർ അടിസ്ഥാനത്തിൽ റേഡിയേഷൻ ടെക്നോളജിസ്റ്റ് നിയമനത്തിന് ജൂൺ 25 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ പ്രിൻസിപ്പൽ, അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. ജൂൺ 25 വൈകിട്ട് 5-നകം ഓൺലൈനായി അപേക്ഷ നൽകണം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. വിജിലൻസ് കേസിൽ പ്രതിയായ ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കേസിൽ പിടിയിലായ പ്രതികളുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് ശേഖർ കുമാറിന്റെ വാദം. എന്നാൽ ED ഉദ്യോഗസ്ഥന്റെ ജാമ്യഹർജി എതിർക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിഷ്ണു. ഈ ED രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാൻ വേണ്ടി അനീഷ് ബാബു എന്ന വ്യവസായിയിൽ നിന്ന് 2 കോടി തട്ടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിജിലൻസിന്റെ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പക്ഷേ 1-ാം പ്രതിയായ ശേഖർ കുമാർ ED ഉദ്യോഗസ്ഥനാണ്. അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കാനോ വിജിലൻസ് തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് ശേഖർ മുൻകൂർ ജാമ്യാപേക്ഷമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പിടിയിലായ പ്രതികളുമായി തനിക്കൊരു ബന്ധവുമില്ല. പരാതിക്കാരനെതിരെയുള്ള ED കേസ് തെറ്റായ ദിശയിലേക്ക് മറച്ചുവിടുന്നതിന് വേണ്ടി അയാൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തൊരു പരാതിയാണിതെന്ന് ശേഖർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ ഈ ജാമ്യഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നോട്ട് അറസ്റ്റ് കൊടുത്തിരുന്നു. ഇന്ന് ഇതിന്മേൽ വിജിലൻസിന്റെ വാദമുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ലഭിച്ച തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിയായിരിക്കും വിജിലൻസ് ശേഖർ കുമാറിന്റെ ജാമ്യഹർജിയെ എതിർക്കുക. വിഷ്ണു, തുടരുക. ഒരു കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണല്ലോ. അത് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജിയാണ്. ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്ക് ജാമ്യം നൽകരുതെന്ന് ഷഹബാസിന്റെ പിതാവും ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഇന്ന് ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ?
ക്രിസ്റ്റീന, ഷഹബാസ് വധക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. പ്രതികളായ 6 പേരുടെ ജാമ്യ ഹർജിയിലാണ് ഇന്ന് വിധി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജാമ്യ ഹർജിയിന്മേൽ വിശദമായ വാദം കേട്ടിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ കുറ്റകൃത്യം അത് ഗൗരവതരമെന്ന കോടതിയുടെ നിരീക്ഷണമുണ്ടായത്. ഷഹബാസിന്റെ പിതാവാണ് ഇവരുടെ ജാമ്യ ഹർജി അല്ലെങ്കിൽ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ക്രിമിനൽ സ്വഭാവമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഇവരുടെ പരീക്ഷാ ഫലമടക്കം സർക്കാർ തടഞ്ഞു വെച്ച ഘട്ടത്തിൽ സർക്കാരിനോട് അതിരൂക്ഷ വിമർശനത്തിലാണ് കോടതി പെരുമാറിയത്. കോടതി ഈ ഫലം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഇവർക്ക് തുടർ പഠനത്തിന് അഡ്മിഷൻ എടുക്കാൻ കോടതി ഒരു ദിവസം സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു. അത് നിലവിൽ അവർക്ക് അല്ലെങ്കിൽ അവരുടെ മൗലികാവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ജാമ്യ ഹർജിയിന്മേൽ എന്ത് നിലപാടായിരിക്കും എന്നുള്ളത് അറിയാൻ ആകാംക്ഷയുണ്ട്. രാവിലെ തന്നെ ഒരുപക്ഷെ 11 മണിയോടുകൂടി തന്നെ കേസ് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ചാണ് ഈ ജാമ്യ ഹർജിയിന്മേൽ വിധി പറയുന്നത്. ക്രിസ്റ്റീന. വിഷ്ണു, സമൂഹത്തിന് മാതൃകയാവുന്ന ഒരു ശിക്ഷ ഈ കേസിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനങ്ങൾ കോടതിയുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്. അതിൽ ഈ വിദ്യാർത്ഥികൾ എന്ന പരിഗണന ഇവർ അർഹിക്കുന്നില്ല, പരിഗണന ഇവർക്ക് നൽകാൻ പാടില്ല, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലാകും എന്നുള്ളതായിരുന്നു കുടുംബം പ്രധാനമായി ഉയർത്തിയിരുന്ന ഒരു വാദം. പക്ഷേ ഈ കേസിന്റെ വിവിധ ഘട്ടങ്ങളിലായി ഈ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ കാര്യത്തിലൊക്കെ കോടതി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു സമീപനമാണ് സ്വീകരിച്ചത്. ജാമ്യാപേക്ഷയിൽ ഒരുപക്ഷെ അനുകൂല തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷ ഈ വിദ്യാർത്ഥികൾ വെച്ച് പുലർത്തുന്നുണ്ടോ? കുടുംബം ഒരു ആശങ്കയോടുകൂടി ഈ കാര്യങ്ങളെ കാണുന്നുണ്ടോ വിഷ്ണു? ടി.കെ. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണയും അവർക്ക് അനുകൂലമായ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ട്. സർക്കാർ ഈ പരീക്ഷാ ഫലം തടഞ്ഞു വെച്ച ഘട്ടത്തിലൊക്കെ അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ കോടതി ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം ഈ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് ഷഹബാസിന്റെ പിതാവ് തന്നെ ഇവരുടെ തുടർ പഠനം അനുവദിക്കരുത് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചത്. പക്ഷേ അത് തള്ളിക്കൊണ്ടായിരുന്നു കോടതി ഇത്തരത്തിൽ ഇവർക്ക് ഒരു ദിവസം പൂർണ്ണമായി നൽകി അഡ്മിഷൻ എടുക്കാനടക്കം സമയം നൽകിയത്. പക്ഷേ ഈ ജാമ്യ ഹർജിയിലേക്ക് വരുമ്പോൾ കേസിന്റെ മെറിറ്റ് അടക്കം പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ കോടതിക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ 2 തവണ സ്വീകരിച്ച നിലപാടായിരിക്കും ഒരുപക്ഷെ അതിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ടി.കെ. ശരി, താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.